അതിൻ്റെ അടിയിലായിട്ട് പ്രത്യേകം എഴുതിയേക്കുന്നു ലൈംഗിക ബന്ധത്തിന് താല്പര്യമില്ല എന്ന്. അതെന്താ സംഭവം തരുന്നത്? ഹലോ, ഡൈവേഴ്സ് മാട്രിമോണി. ഇതാ പത്രത്തിൽ വിവാഹ പരസ്യം കണ്ടിട്ട് വിളിക്കാനാണ്. സാർ ഏത് ക്ലയൻ്റ് ആയിരുന്നു സാർ? ഇത് പരസ്യം തന്ന ആളുടെ നമ്പർ അല്ലല്ലേ? അല്ല സാർ, ഇത് ഏജൻസിയാണേ. ഏത് ക്ലയൻ്റ് ആയിരുന്നു? അത് മറ്റേ 45 വയസ്സ് പുനർവിവാഹം ബാധ്യതകളില്ല എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ? മനസ്സിലായി. സാർ ഡിവോഴ്സ്ഡ് ആണോ? ഞാൻ ഡൈവോഴ്സ്ഡ് ആണ്. ഓഹോ, അപ്പോൾ മക്കളില്ല. അതെന്താ പറ്റി സാറേ? അത് പറ്റി വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ പാട് തന്നെ അവൾ തന്നെ കളഞ്ഞിട്ട് പോയി. പിന്നെ 10-65 വയസ്സായപ്പോഴാണ് നമ്മൾ ഒറ്റയ്ക്കായെന്നൊരു തോന്നൽ വരുന്നത്. സോറി, ഞാൻ കുറച്ച് ഇമോഷണലായി പോയി, സോറി. അത് സാരല്ലേ. പിന്നെ നമുക്കൊരു പ്രായമാകുമ്പോഴാണ് നമ്മൾ ഒറ്റയ്ക്കായി പോയി എന്നുള്ള തോന്നലൊക്കെ ഉണ്ടായിരിക്കുക. നമ്മളിപ്പോൾ ഇതേപോലെ എത്ര കേസുകൾ നടത്തി കൊടുത്തിട്ടുണ്ട്. അതേപോലെ വീട്ടിൽ ഞാനും എൻ്റെ അമ്മയും വയസ്സായിട്ട് പുള്ളിക്കാരി കിടപ്പാണ്. നമുക്ക് വീട്ടിലൊരു തണലായിട്ട് ഒരാൾ വേണം, അത്രയും നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അല്ല, അപ്പോൾ സാർ ആ പരസ്യം മുഴുവൻ വായിച്ചായിരുന്നോ സാറേ? അതാണ് ഞാൻ ചോദിക്കായിരുന്നു. 45 വയസ്സ് പുനർവിവാഹം ബാധ്യതകളില്ല, പിന്നെ അതിൻ്റെ അടിയിലായിട്ട് പ്രത്യേകം എഴുതിയേക്കുന്നു ലൈംഗിക ബന്ധത്തിന് താല്പര്യമില്ല എന്ന്. അതെന്താ സംഭവം തരുന്നത്? സാർ അതിപ്പോൾ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ. നമ്മളോട് അങ്ങനെ ഒരു പരസ്യം കൊടുക്കാൻ പറഞ്ഞു, നമ്മളത് കൊടുത്തു. തീർച്ചയായിട്ടും അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്, നമുക്കത് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. അത് അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർക്കൊക്കെ. ഞാൻ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിച്ചെന്നേ ഉള്ളൂ കേട്ടോ. എന്നെ സംബന്ധിച്ച് നമുക്കൊരു കൂട്ട് വേണം, അത്രേ ഉള്ളൂ. മനസ്സിലായി സാർ, മനസ്സിലായി. പിന്നെ ഈ പറഞ്ഞ ക്ലയൻറ്റിന് ലൈഫിൽ ഇതിനോട് ബന്ധപ്പെട്ട എന്തെങ്കിലും മെൻ്റൽ ട്രോമ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പിന്നെ അങ്ങനെ എത്രയോ ആൾക്കാരുണ്ട് മോനെ, നമ്മളത് മനസ്സിലാക്കേണ്ടത്. സാറ് വളരെ നല്ലൊരു മനുഷ്യനാണെന്നാണ് എനിക്കിപ്പോൾ മനസ്സിലായത്. എന്തായാലും സാർ ഈ പറഞ്ഞ ക്ലയൻറ്റ് നമ്മുടെ ഓഫീസിൽ വന്നിട്ടുണ്ട്. സാറേ പറഞ്ഞ 45 വയസ്സാണെന്ന് കണ്ടാൽ നമുക്ക് തോന്നില്ല, കാരണം അത്രയും എനർജറ്റിക് ആണ് അവർ. 45 വയസ്സ് തോന്നില്ലല്ലേ? എനർജറ്റിക്കുമാണ്. അതെ സാർ, അതെ അതെ. മോനെ, ഈ ലൈംഗിക ബന്ധത്തിന് താല്പര്യം ഇല്ലെങ്കിലേ തൊടാനും പിടിക്കാനും ഒക്കെ പറ്റുമായിരിക്കുമല്ലോ അല്ലേ? ചെറുതായിട്ടൊക്കെ. മക്കളെ നേരത്തെ വിളിച്ച മാമനാണേ. മക്കളെ, ആ ക്ലയൻറ്റ് പറഞ്ഞ എല്ലാ സംഗതികളും മാമനും ഒക്കെ. മാമനെ സംബന്ധിച്ചപ്പോൾ വീട്ടിൽ തുണയായിട്ട് താങ്ങായിട്ട് ഒരാൾ വേണം, അത്രേ ഉള്ളൂ. പിന്നെ വയ്യാണ്ട് കിടക്കുന്ന ഒരു അമ്മയുണ്ട്, അവർ ഇന്ന് പോവോ നാളെ പോവോ എന്ന് പറഞ്ഞിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അവർക്കൊരു ആഗ്രഹം ഒരു കുഞ്ഞിക്കാല് കാണണം. അത് പറ്റുമായിരിക്കുമല്ലോ അല്ലേ? അല്ല, കുഞ്ഞിക്കാല് കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇടയ്ക്ക് നമുക്കൊരു ശ്രമമൊക്കെ നടത്തി നോക്കാമല്ലോ അല്ലേ, അമ്മയുടെ ഒരു സമാധാനത്തിന്. മോനെ, ഹലോ.